മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ എങ്ങനെയാണ് ആരാധകരുടെ ആവേശം എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ജംഷീർ പറഞ്ഞോളൂ. യെസ്, നല്ല മഴയാണെന്ന് തോന്നുന്നു. ജംഷീർ കൊടയൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത്. മഴയ്ക്കും തണുപ്പിക്കാനാകില്ല ഈ ആവേശം. ജംഷീർ പറയൂ, ആരാധകരുടെ ആവേശം എത്രത്തോളം? തീർച്ചയായിട്ടും വളരെ ശക്തമായ മഴയാണ് പുറത്ത്. പക്ഷേ ആ മഴയൊന്നും വകവെക്കാതെ തന്നെ ആരാധകർ വളരെ ആവേശത്തിലാണ് കളി കാണാൻ വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മലപ്പുറത്തെ ഒരു സാധാരണ ക്ലബിൽ, നാട്ടിൻപുറത്തെ ക്ലബിൽ കാണുന്ന ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3 ഗോൾ അടിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ആവേശം അല്ല തല്ലി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നിങ്ങൾ ആദ്യം കളിയുടെ മുന്നേ ചോദിച്ചു എന്താണ് ഞങ്ങളെ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം എന്താണെന്ന്. അത് ഇതാ മെസ്സി ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നു. ഈ കളിയിൽ ഫസ്റ്റ് കളിയിൽ തന്നെ ഹാട്രിക് അടിച്ചുകൊണ്ട് മെസ്സിയുടെ ഇക്കൊല്ലത്തെ വരവ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ബിരിയാണി. ഞങ്ങൾക്കറിയാലോ ഇത്രയും കോൺഫിഡൻസിൽ വേറെ ഒരു പ്ലെയറിന്റെ ഫാൻസിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ഇവിടെ ബിരിയാണി വിതരണം ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി ആയിരുന്നു വിതരണം ചെയ്തിരുന്നത്. അല്ല, ഈ രീതിയിൽ തന്നെ പോകുന്ന നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ബന്ധപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു മെസ്സി ഹാട്രിക് അടിക്കുന്നു പറഞ്ഞു. അടിച്ചില്ലേ? മെസ്സി ഹാട്രിക് അടിച്ചിരിക്കുന്നു. മട്ടൻ ബിരിയാണി വിളമ്പി, ഗോട്ട് ബിരിയാണി വിളമ്പി. ഗോട്ട് അവിടെ എന്താന്ന് കാണിച്ചു തന്നു. മെസ്സി ബിഷിയായി അമേരിക്കയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മെസ്സി ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പും മെസ്സിയുടെ കയ്യിൽ ഭദ്രമാണ്. ആരും ഇത് കണ്ട് മോഹിച്ചാൽ നിൽക്കണ്ട, പ്രത്യേകം പറയുന്നു. മെസ്സി 3 അടിച്ചത് പോരാളിയാകാം. മെസ്സി 3 അടിച്ചോട്ടെ. ജർമ്മനി, ഞാൻ ജർമ്മനിയാണ്. സത്യസന്ധമായി കളി എങ്ങനെ? കളി നല്ല ഫുട്ബോൾ ഫാൻ നല്ല കളിയാണ് കളിച്ചത്. മെസ്സി ഹാട്രിക് അടിച്ചു. 15 ഗോളുമായി റെക്കോർഡ് എംബാപ്പയുടെ കൂടെ 16 ഗോൾ, 15 ഗോൾ, 16 ക്ലോസ്. ജർമ്മനിയുടെ ക്ലോസ് 16 ഗോൾ. ഓക്കെ, പക്ഷെ ജർമ്മനിക്കെതിരെ മെസ്സിക്ക് ഒരു റെക്കോർഡും ഇല്ല. ജർമ്മനിക്ക് 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ജർമ്മനിക്കെതിരെ തോറ്റു. 2010 4-0 ജർമ്മനിക്കെതിരെ തോറ്റു. ഈ മെസ്സി തന്നെ തോറ്റ്. 2006 പെനാൽറ്റി ഷൂട്ടൗട്ടില് അന്നും ജർമ്മനിക്കെതിരെ അർജന്റീന തോറ്റു. ജർമ്മനിയുടെ ഇന്നത്തെ കളി വളരെ നല്ല കളിയാണ്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിലേറെ മനോഹരമായിരുന്നു ജർമ്മനിയുടെ കളി. 7-1 ജർമ്മനി. അടുത്ത പോയിന്റ്, അതായത് മെസ്സി ഹാട്രിക് അടിച്ചോടുകൂടി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയെന്ന ക്ലോസയുടെ 16 ഗോളിനൊപ്പം എത്തിയിരിക്കുന്നു. ഒരു പെലേക്കും ഒരു മറഡോണയ്ക്കും ഒരു സിദാനും നേടാൻ പറ്റാത്ത ചരിത്ര നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുന്നു. മെസ്സിയാണ് എൻഡിങ്, ഫുട്ബോളിന്റെ അവസാന വാക്ക് മെസ്സി എന്ന ഒരു ഗോളിനപ്പുറം. ഈ ഒരു ഗോളോട് കൂടി മെസ്സി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അവസാനം അടിവരയിടുന്നു. ഇതാണ് ചരിത്രമായിരിക്കും തീർച്ചയായിട്ടും. ഇന്നത്തെ കളി കണ്ട? സെറ്റ് കളിയാണ്. ഒരു കുഞ്ഞ ആരാധകനാണ്, പോർച്ചുഗൽ ആരാധകനാണ്. പക്ഷെ ഇന്നത്തെ കളി ഓക്കെയാണ്. സന്തോഷമുണ്ട്. എല്ലാ ടീമും എല്ലാ ആരാധകരും ഇവിടെ ക്ലബിലുണ്ട്. അവരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ് മത്സരം കാണിക്കുന്നത്. അർജന്റീന അല്ലാത്ത വേറെ ബ്രസീൽ ഉണ്ടോ? ബ്രസീൽ ഫാൻസ് ഉണ്ടോ? എടാ മോനെ, ഒരു ബ്രസീൽ ഫാൻസ്, ഒറ്റ ബ്രസീൽ ഫാൻസാരുണ്ട് ഇവിടെ. കളി അങ്ങനെ ഉണ്ടായിരുന്നു. കളി കുഴപ്പമില്ല. ഇരുന്നോ കളി കണ്ടോ? ഒരു പോർച്ചു കളി നല്ല ഏതായാലും കളി അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ആവേശവും ഉദ്യോഗസ്ഥനുമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഓരോ ക്ലബുകളും, പ്രത്യേകിച്ച് മലപ്പുറത്തെ. ഏതായാലും ആവേശത്തിലാണ്. ഇനിയിപ്പം ഈ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പരിപാടികൾ ആവേശം അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ സമയം കൂടിയാണ്. മെസ്സിയുടെ ഹാട്രിക് ഗോൾ, ലോകകപ്പ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരമായി ആ ക്ലോസയ്ക്കൊപ്പമുള്ള റെക്കോർഡിനൊപ്പം മെസ്സി എത്തി നിൽക്കും.